നമസ്കാരം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും. മമ്മൂട്ടി ഒരു സാധാരണ മനുഷ്യനാണല്ലേ. അദ്ദേഹത്തെ ഒരുപാട് കാലം നമുക്കറിയാം. എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദേഷ്യം പിടിക്കുന്ന ഒരു പച്ചയായ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ മുന്നിലുള്ളത് വെല്ലുവിളികൾ നിറഞ്ഞ കഥാപാത്രങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. പുതിയ പുതിയ കഥാപാത്രങ്ങളെ തേടി നടക്കുകയാണ് അദ്ദേഹം. വൈവിധ്യമുള്ള വേഷങ്ങള്. ഇപ്പൊ കാതൽ എന്നല്ലേ, കാതലൊക്കെ ആരെങ്കിലും ചെയ്യാൻ ധൈര്യപ്പെടുന്ന വേഷമാണോ അല്ലെ? ഇന്ത്യൻ സിനിമയിൽ തന്നെ ആരും പറയണ്ടേ, ആരും ചെയ്യാൻ ധൈര്യപ്പെടാത്ത വേഷമാണ് കാതലിലെ വേഷം. പേരൻപ്, അങ്ങനെ വൈവിധ്യമുള്ള എത്ര വേഷങ്ങൾ അദ്ദേഹം ചെയ്യുന്നു അല്ലേ. അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുന്നത് അത്തരം വേഷങ്ങൾ ചെയ്യാനാണ്. ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം തന്റെ സ്വന്തം ശരീരം പോലും കാത്തു സൂക്ഷിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. വൈവിധ്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ അദ്ദേഹം കുതിക്കുകയാണ്. അങ്ങനെ ഒരു മനുഷ്യനാണ്. അഭിനയത്തെ ഭ്രാന്തമായി കാണുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടി. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന പോലെ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല അല്ലേ. മാത്രമല്ല അദ്ദേഹം അമ്മയുടെ ഒരു ഭാരവാഹിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഉണ്ടോ? ഒരിക്കലുമില്ല. ഒരു മലയാള സിനിമയിലെ ഏറ്റവും മഹാനായ നടനായതുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാറ്റിനും മറുപടി പറയേണ്ട ബാധ്യതയില്ല അല്ലേ. മാത്രമല്ല അദ്ദേഹം എത്രയോ വർഷങ്ങളായി കാണുന്ന സഹപ്രവർത്തകരാണ്. അവരെയൊന്നും കുറ്റം പറയാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അവരെയൊക്കെ എന്ത് പറയാനാണ് അല്ലേ. എത്രയോ കാലമായിട്ട് കാണുന്നവരാണ് കൂടെ അഭിനയിക്കുന്ന സുഹൃത്തുക്കളൊക്കെ. അവരൊക്കെ ആ മനുഷ്യൻ അങ്ങനെയൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് സത്യം. കൂടെ അഭിനയിക്കുന്നവരൊക്കെ കുറ്റം പറഞ്ഞ് ആളാവാനൊന്നും അദ്ദേഹം ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് പറയാനാണ്. അദ്ദേഹം തന്റെ സെറ്റിൽ ഉള്ളവരെ കംഫർട്ടബിൾ ആക്കി നിർത്താൻ അദ്ദേഹം ശ്രമിക്കാറുണ്ട്. അതല്ലേ വലിയ കാര്യം അല്ലേ. തന്റെ കൂടെ അഭിനയിക്കുന്നവരെ ആ മനുഷ്യൻ കംഫർട്ടബിളായി നിർത്തുന്നുണ്ട്. അതന്നെ വലിയ കാര്യമാണ്. നയൻതാര ഒരിക്കൽ പറയുകയുണ്ടായില്ലേ, മമ്മൂട്ടി എപ്പോഴും പെണ്ണുങ്ങളായിട്ട് അകലം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്, സ്ത്രീകളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്ന വ്യക്തിയാണ് അല്ലേ. പിന്നെ ഇങ്ങനെ ദ്വാർത്ഥ പ്രയോഗങ്ങളോ വളിച്ച തമാശകളൊന്നും അദ്ദേഹം പറയാൻ ശ്രമിക്കാറില്ല. അദ്ദേഹം എപ്പോഴും ഒരു അന്തസ്സ് കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഒരു അന്തസ്സുള്ള മനുഷ്യനാണ് മമ്മൂട്ടി അല്ലേ. പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന നല്ലൊരു മാന്യനായ വ്യക്തിയാണ് അദ്ദേഹം. വളരെ ബുദ്ധിമാനുമാണ് അദ്ദേഹം. അമ്മയുടെ മീറ്റിംഗിൽ തന്നെ അദ്ദേഹം അമ്മയുടെ ഭാരവാഹിയൊന്നുമില്ല, അമ്മയുടെ മീറ്റിങ്ങിലൊക്കെ വരും അല്ലെ. കണ്ടിട്ടൊക്കെ വെച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അദ്ദേഹം വരും. അദ്ദേഹത്തിന്റെ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കാനായിരിക്കും അദ്ദേഹം അങ്ങനെയൊക്കെ വന്ന് അല്ലേ. എല്ലാവരുമായിട്ട് ഒന്ന് സൗഹൃദമൊക്കെ സ്ഥാപിച്ച് നല്ല രീതിയിൽ അല്ലേ ഫോട്ടോ ഒക്കെ എടുത്ത് മാന്യമായിട്ട് അത്രയും മാന്യത കാത്തു സൂക്ഷിക്കുന്ന നല്ലൊരു മനുഷ്യനാണ് മമ്മൂട്ടി. എന്തൊക്കെ ക്ഷേമകാര്യങ്ങൾ ചെയ്യുന്നു അല്ലേ, എത്ര ഹൃദയ ശസ്ത്രക്രിയ, എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നു. അതൊക്കെ നമ്മൾ കാണാതിരുന്നു കൂടാ. നമ്മൾ ഇവിടെ വന്ന് അദ്ദേഹം മറുപടി എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് പലരും പറയുന്ന കേട്ട്. എന്തിനാണ് അദ്ദേഹത്തിന് മറുപടി പറയാനുള്ള ബാധ്യതയുണ്ടോ? അദ്ദേഹത്തിന് മുന്നിലുള്ള ദൗത്യം നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല നല്ല വേഷങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മാത്രമാണ് അദ്ദേഹത്തിന്റെ കർത്തവ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മറുപടി പറയാണ്ട് ബാധ്യത ഒന്നിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഇല്ല. അദ്ദേഹം തന്റെ സെറ്റിലുള്ളവരെ കംഫർട്ടബിൾ ആക്കുക അല്ലേ, അദ്ദേഹം ചെയ്യുന്നുണ്ട്. എല്ലാവരും മാന്യമായി പെരുമാറുക, നല്ല നല്ല കാര്യങ്ങൾ, നല്ല നല്ല വേഷങ്ങൾ ചെയ്യുക. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ മുന്നിലുള്ള ദൗത്യം. അദ്ദേഹം ചെയ്യാൻ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലാതെ വിവാദങ്ങളുണ്ടാക്കി എന്തെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ പറയില്ലേ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയാൻ പാടുണ്ടോ, അങ്ങനെ പറയാൻ എന്തിനാണ്. അദ്ദേഹത്തിന് അതൊന്നും ഇഷ്ടമല്ല. പാവം നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തിന് നല്ല നല്ല പുതിയ വേഷങ്ങൾ നമുക്ക് തരട്ടെ, നമുക്കത് ആസ്വദിക്കാം, കണ്ടിരിക്കാം. എന്തൊക്കെ വൈവിധ്യമുള്ള വേഷങ്ങൾ ആ മനുഷ്യൻ നമുക്ക് തന്നു അല്ലേ. നമുക്കത് കണ്ടിരിക്കാം, ആസ്വദിക്കാം, സന്തോഷിക്കാം അല്ലേ. അങ്ങനെ അദ്ദേഹത്തിന് കൂടുതൽ ശക്തിയും കരുത്തും ഉണ്ടാവട്ടെ, കൂടുതൽ ഉയരങ്ങൾ അദ്ദേഹത്തെ നല്ല നല്ല വേഷങ്ങൾ ചെയ്യാൻ ആ നല്ല മനുഷ്യന് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. ഓക്കെ, താങ്ക് യു.